ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം ഇദ്ദേഹത്തിൻ്റെത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളതാണ്. സൽമാൻ, ഇതാണ് ആദ്യത്തെ കുറ്റാരോപണം. കിസി കാ ബായ് കിസി കാ ജാൻ സെറ്റിൽ താങ്കൾ ആ സെറ്റിലിരുന്ന ആക്ട്രസസ്, അതായത് ഹീറോയിൻ, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഡീസന്റ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് വരാൻ, അല്ലെങ്കിൽ നെക്ക് ലൈൻ ഡീപ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ സർ, ഇവിടെ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഡീസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു ഡീസന്റ് ആയിട്ടുള്ളൊരു സിനിമ എടുത്താൽ എല്ലാവരും അത് പോയി കാണും. അവരുടെ കുടുംബത്തെയും കൂട്ടി പോയി കാണും. നിങ്ങളൊക്കെ പോയി കണ്ടതല്ലേ? എല്ലാവരും കണ്ടതല്ലേ? ആരൊക്കെയാണോ കാണാത്തത് അവർ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം പോയി കാണണം. പക്ഷെ താങ്കൾ ഇങ്ങനെ ഡീസന്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നൊരു നിയമം ഉണ്ടാക്കിയില്ലേ? ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ അതോ താങ്കൾക്കും അങ്ങനെയാണോ? സർ, ഇതില് ഡബിൾ സ്റ്റാൻഡ് ഒന്നുമില്ല സർ. ഒരു ഡബിൾ സ്റ്റാൻഡും ഇല്ല. താങ്കളുടെ ഷർട്ട് താങ്കൾ ഒരു സെക്കൻഡിൽ അഴിക്കാറില്ലേ? പക്ഷേ എൻഡിലാണ് സർ ഞാൻ ഷർട്ട് അയക്കുന്നത്. സർ, അതായത് ഇവിടെ നോക്കൂ, ബോഡീസ് ഉണ്ടല്ലോ, സ്ത്രീകളുടെ ശരീരം, അത് വളരെ വളരെ പ്രീഷ്യസ് ആണ്. അത് എത്രത്തോളം മറച്ചിട്ടുണ്ടോ അത് അത്രത്തോളം നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സൽമാൻ, സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പക്ഷേ താങ്കൾ 17ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിലും ഷർട്ട് ഊരിയിരുന്നല്ലോ. സർ, അതില് സ്വിമ്മിങ് സോങ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു സർ. അതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. എങ്ങനെയാ പറയേണ്ടത്? ഇത് സ്ത്രീകളുടെ പ്രശ്നമല്ല, ഇത് ആണുങ്ങളുടെ പ്രശ്ന. ഏത് രീതിയിലാണോ അവർ സ്ത്രീകളെ കാണുന്നത്, യുനോ, നിങ്ങളുടെ സഹോദരിമാരെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ അമ്മമാരെ, അതെനിക്ക് ശരിയായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഷർട്ട് ഊരുമ്പോ മാത്രം ഒരു കുഴപ്പമില്ല. സർ, ഞാൻ എന്തിനാണ് ഷർട്ട് അയക്കുന്നതെന്ന് വെച്ചാൽ സർ, ഞാൻ ഷർട്ട് അഴിക്കുന്നത് ബാഗി, അതിൽ ഞാൻ ബിഗിനി ഇട്ടിട്ട് ഓടുന്നുണ്ട്. സ്റ്റിൽ ബെറ്റർ ദാൻ ലങ്കോട്ടി. ബിഗിനിക്ക് മുകളിൽ കുറച്ചെങ്കിലും ഉണ്ട്. ലങ്കോട്ടി കെട്ടുമ്പോൾ വളരെ നാണാവുമായിരുന്നു. ഞാൻ സെറ്റിൽ വന്നപ്പോഴേ വിചാരിച്ചു, അയ്യോ അള്ളാ. ശരി, താങ്കൾ യുവാക്കളോട് എന്താണ് പറഞ്ഞു വരുന്നത്? സർ, എല്ലാവർക്കും അറിയാം സർ, എന്നാലും ചിലപ്പോഴൊക്കെ എൻജിനീയറിംഗ് നശിച്ചു പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫിലിം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. അതായത് അവരുടെ കണ്ണുകൾ നമ്മുടെ ഹീറോയിൻസിനെ അങ്ങനെ നോക്കാൻ നമ്മൾ അനുവദിക്കരുത്. താങ്കൾക്ക് OTT കണ്ടന്റിലും പരാതി ഉണ്ടല്ലേ? സർ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ. ഐ തിങ്ക് OTTയിൽ കൂടെ സെൻസർ വെക്കുന്നത് നന്നായിരിക്കും സർ. എന്തെന്നാൽ നമ്മുടെ സിനിമയിൽ 2 പഞ്ചിങ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൂടെ ആക്ഷനിൽ ഉടനെ ഞങ്ങൾക്ക് A സർട്ടിഫിക്കറ്റാണ് തരുന്നത്. ഇവിടെ വേറെ തരത്തിലുള്ള ആക്ഷനൊക്കെ നടക്കുന്നുണ്ട് സർ. പക്ഷേ അതിന് ABC ഒരു സർട്ടിഫിക്കറ്റും ഇല്ല സർ. അപ്പോൾ എല്ലാ റെസ്ട്രിക്ഷൻസും OTTക്ക് മാത്രമേ ഉള്ളൂ, ബിഗ് ബോസിന് വേണ്ട അല്ലേ? സർ, ബിഗ് ബോസിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് സർ. ഞങ്ങളുടെ ബിഗ് ബോസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടും താങ്കൾ എന്താണ് പറഞ്ഞത്? സുബീർ ഖാനോട് പറഞ്ഞു സത്യമായിട്ടും ഞാൻ സൽമാൻ ഖാൻ ആണെങ്കിൽ നിന്നെ ഒരു വഴിയാക്കിയിട്ടേ വിടുള്ളൂ. സർ, ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു സർ. എന്തെന്നാൽ അവർ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തെന്നാൽ ഞാൻ മുഴുവൻ ഫൂട്ടേജും കണ്ടു സർ. എന്നിട്ടും അവർ ആർഗ്യൂ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ പക്ഷേ പാറസ് ചാബ്ലയോട് താങ്കൾ എന്റെ കയ്യിൽ കിട്ടിയാൽ അത്രയേ ഉള്ളൂ, നീ പുറത്തേക്ക് വാന്ന് പറഞ്ഞില്ലേ? അതെ, അവരും അങ്ങനെയാണ്. പാരസ് അത്രത്തോളം ചെയ്തില്ല. നമ്മൾ അടുത്ത ആൾ പറയുന്നതും കേൾക്കുമല്ലോ. എന്തെന്നാൽ അവരുടെ മുഴുവൻ കണ്ടന്റും കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ്സ്, കണ്ടന്റിന്റെ ആളുകളും ഉണ്ട്. അവരാണ് എന്നോട് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയാറ്. ആ സമയത്ത് ഇവർക്ക് കുറച്ച് കൂടുതൽ ദേഷ്യം വരാറുണ്ട്, ടെമ്പർ അധികമാവാറുണ്ട്. അപ്പോൾ വേറൊരു തരത്തിലാവും. അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ തന്നെ അനലൈസ് ചെയ്ത് നോക്കി. നമ്മൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഐ ഷുഡിൻ ഹാവ് റിയാക്ട് ലൈക്ക് ദിസ്. പക്ഷെ ഫീൽ റിയലി ബാഡ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സോ സിനിമയിൽ ഇതൊക്കെ ഓക്കെയാണ്. അതൊക്കെ റിട്ടേൺ ഡയലോഗാണ്. ഇവിടെ ഞാനല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ. സോ ദെൻ ഐ ഫീൽ ദിസ് നോട്ട് റിക്വയർഡ്. ഓ, പിന്നെ ആ കണ്ടന്റ് ഉണ്ടല്ലോ, കണ്ടന്റ് അത് നോക്കിയാലുണ്ടല്ലോ, ബിഗ് ബോസ് വീടിന്റെ കണ്ടന്റ് അത് ചില സമയത്ത് അത് കൂടാറുണ്ട്, ഒരുപാട് അധികം ആവാറുണ്ട്. പിന്നെ അതുകൊണ്ട് ആരെയും ബ്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെന്നാൽ ഫോൺസ് ഇല്ല. ഒരേ ഒരു വീട്ടിനുള്ളിൽ 24/7 ചുറ്റും ക്യാമറയും, അവരെ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാ ആംഗിൾസിലും അവരെ കാണിച്ചുകൊണ്ടിരിക്കുക. സോ ബിക്കം വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പർ തന്നെ മാറി. ജനങ്ങൾ എന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൽ വഴക്ക് പറയുന്നത്, അടി ഉണ്ടാക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, ഇതെല്ലാം ഷോ പോപ്പുലർ ആകാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്.
ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല സർ, ഐ തിങ്ക് ഇതുകൊണ്ട് ഷോയിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു പോവാണ് ചെയ്യുക. ഇത് നോക്ക്, അത് എൻ്റെ അമ്മ ആ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ മുമ്പേ തന്നെ അമ്മ അത് കണ്ടിരുന്നു. അവർ കാണുന്നത് പകുതി വെച്ച് നിർത്തി. ബിക്കോസ് ഓഫ് ദിസ്, ബിക്കോസ് ഓഫ് ഫോക്സ് കോണ്ടന്റ്, ബിക്കോസ് ഓഫ് അഗ്രഷൻ. ഇപ്പോൾ കഴിഞ്ഞ 2 സീസൺസിലും ഷോ തിരിച്ച് മേലോട്ട് പോയി. എന്തെന്നാൽ മുമ്പേ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇന്ന് നോക്ക്, റൊമാൻസ് ഉണ്ട്, ചെറിയ വഴക്കുകളുണ്ട്, കിച്ചണിലെ വഴക്കുകൾ, യുനോ, മേക്ക് ബിലീവ് ആയിട്ടുള്ള വഴക്കുകളൊന്നുമില്ല. ഒരുപക്ഷെ ആരെങ്കിലും ബിലീവ് ചെയ്താൽ പോലും ഇത് കാണിക്കും. അത് ഫുട്ടേജിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വീട്ടിൽ തന്നെ പറയുമായിരുന്നു ഇത് ഫുട്ടേജിനുള്ളതാണ് എന്ന്. പക്ഷേ ഷോ കഴിയുമ്പോൾ താങ്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കണം, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അതെല്ലോ, അത് ഞാൻ എന്താ പറയുന്ന വെച്ചാൽ, ഡോണ്ട് ട്രബിൾ യുവർ അമ്മ, അച്ഛൻ, പിന്നെ ഭാരത് മാതാ കി ജയ്. സോ ഐ സേ ദാറ്റ് ഓൾ ദ ടൈം. എന്തെന്നാൽ അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. അതെ, അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ വന്നതാണ്. എന്നാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ അച്ഛനെ ടൈഗർ എന്നും റാംബോ എന്നും വിളിക്കാറുണ്ട്. പിന്നെ അമ്മയെ ഗബ്രിയൽ ഷാക്കൽ എന്ന് വിളിക്കാറുണ്ട്. അവരെ ഞങ്ങൾ 5 പേരെയാണ് സഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിറയെ അച്ഛനമ്മമാരുണ്ട്, അവർക്കൊന്നും ഇത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് വിഷമിക്കാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മയെയും കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി തിരിച്ചു വരും. അതെ, താങ്കൾ കഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അവർ വീട്ടിലേക്ക് ഒരു മരുമകൾ വരുമെന്ന് എത്ര വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. സാർ, ഇത് ഞാൻ എന്താ പറയണ്ടേ സാർ, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മരുമകൾ വേണമെന്നല്ല, കുട്ടി വേണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നിയമപ്രകാരം നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള ചാൻസ് ഇല്ല. ഇനി എന്താ ചെയ്യാന്ന് ആലോചിക്കാം സാർ, എന്താ ചെയ്യാന്ന് ആലോചിക്കാം. താങ്കൾ മറ്റൊരാൾക്കും അഡ്വൈസ് ചെയ്തില്ലേ സൽമാൻ, താങ്കളുടെ ഫേവറേറ്റ് ആയ ഷെഹനാസിലിന്? അതെ, ഞാൻ അവർക്ക് അഡ്വൈസ് ചെയ്തു, അതായത് മൂവ് ഓൺ എന്ന്. പക്ഷേ ആ സിദ്ധ് ഈ ലോകം വിട്ട് തന്നെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആലോചിച്ചിരിക്കാതെ ചെനാസ് മൂവ് ചെയ്തോളാൻ പറഞ്ഞു. മൂവ് ഓൺ എന്തെന്നാൽ അവർക്ക് കല്യാണം വേണം, കുട്ടി ഉണ്ടാവണം, ഇനിയല്ല ഭാവിയിലുണ്ടാകും. ടു ഗെറ്റ് ഔട്ട് ദ സിന്നാസ്. എന്തെന്നാൽ അവർക്കത് ചുമക്കാൻ പറ്റാത്ത ഭാരമായിരുന്നു. പാവം കുട്ടി വളരെ തകർന്നുപോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മൂവ് ഓൺ. അതുകൊണ്ട് അതിന് ഈ അർത്ഥമില്ല സാർ, ബ്രിങ് ഇറ്റ് ഓൺ എന്നെ നോക്കി വരാൻ പറഞ്ഞെന്ന്. പക്ഷെ താങ്കളുടെ ഈ മൂവ് ഓൺ ഇല്ലേ, 1 വിട്ട് 2, 2 വിട്ട് 3, 3 വിട്ട് 4, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ സാർ. അള്ളാഹുവിന്റെ ലവ് ആണ് സാർ. ഇല്ല, ഇങ്ങനെ സ്ത്രീകൾ വരുന്നു പോകുന്നു, അത് അങ്ങനെ നടക്കുന്നു സാർ. ആക്ച്വലി എല്ലാവരും നല്ലവരാണ്. ഫോൾട്ട് എന്നെ കൊണ്ടാണെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ തെറ്റ് പറയാം. 2ാമത് പോകുമ്പോൾ തെറ്റ് എൻ്റെ മേലെ ഉണ്ടാകാം. 3ാമത് പോകുമ്പോൾ ഫോൾട്ട് അവരെ മേലെ ചിലപ്പോഴുണ്ടായിരിക്കാം. പക്ഷേ 4ാമത് പോകുമ്പോൾ ഡൗട്ട് വന്നു സാർ, ഫോൾട്ട് ആ പെണ്ണിൻ്റെ മേലാണോ എൻ്റെ മേലാണോ എന്ന്. 5ാമത്തെ പെണ്ണിൻ്റെ മേലെ കൂടെ 60-40. പക്ഷേ അതിന് ശേഷവും പെണ്ണുങ്ങൾ വന്നു പോകുമ്പോൾ എൻ്റെ മേലാണ് ഫോൾട്ട് എന്നുള്ള കാര്യം കൺഫേം ആയി സാർ. എൻ്റെ ഫോൾട്ടാണ്. അതുകൊണ്ട് ഇതിൽ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം എൻ്റെ തെറ്റാണ്. അത് ഞാൻ ഫിയർ എന്ന് പറയുന്നു. അതായത് അവരുടെ ആ മനസ്സിലിരിക്കുന്ന ആ ജീവിതം, ആ സുഖം എനിക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു കാരണം. പക്ഷേ ഇപ്പൊ എല്ലാവരും അവരവരുടെ ഇടത്തിൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു. താങ്കൾ കരൺ ജോഹറിന്റെ അടുത്ത് എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ലെന്ന് ചോദിക്കാം. കാരണം അദ്ദേഹം 2 കുട്ടികളുടെ അച്ഛനായിരിക്കുകയാണ്. സാർ, അതാണ് സാർ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ. പക്ഷേ ഇപ്പോൾ സെറ്റെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് സാർ. നോക്കാം സാർ. എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ് സാർ. ഐ ലവ് കിഡ്സ്. പക്ഷേ കിഡ്സ് വരുന്ന കൂടെ മമ്മിയും വരുന്നുണ്ട് സാർ. കുട്ടികൾക്ക് അമ്മ വളരെ ആവശ്യമാണ് സാർ. പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മകളുടെ ഒരു ടീം തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിലൊരു ജില്ല തന്നെയുണ്ട് സാർ, ഒരു നാട് തന്നെയുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ അമ്മ, അതായത് റിയൽ അമ്മ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഭാര്യ ആയിരിക്കും സാർ. അയ്യോ, അത് വളരെ കഷ്ടമായിരിക്കും. ഓക്കെ സൽമാൻ, ഇന്ന് താങ്കളുടെ ജീവൻ ആരോടാണ് കമ്മിറ്റ്മെന്റ്? സാർ, ഇന്ന് ഞാൻ വെറും ഒരു സഹോദരനാണ്.
ഞാൻ ആരാണോ എന്നെ ജീവനെന്ന് വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവരെന്നെ സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക സർ? ഇതിന് കൈമുട്ടേണ്ട കാര്യമേ ഇല്ല സർ. ഇത് വളരെ ആലോചിക്കേണ്ട വിഷയമാണ് സർ. ഇന്ന് ഈ ലോകം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പല വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യവുമാണ്. അതായത് സൽമാൻ ഖാന്റെ വിവാഹം എപ്പോഴാണെന്നുള്ളത്. എല്ലാത്തിനും മേലെയുള്ളവന്റെ കരുണ ഉണ്ടാവണം സർ. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ 2 കൂട്ടർ ഒരുമിക്കണമല്ലോ സർ. മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അത് ശരിയായിട്ട് ഒക്കാറില്ല സർ. യു നോ, അറ്റ് എവറി ഗിവൻ പോയിന്റ് ടൈം ചില സമയങ്ങളിൽ ഞാൻ ശരിയെന്ന് പറയും, ആ പെണ്ണ് വേണ്ടാന്ന് പറയും, പിന്നൊരു പെണ്ണ് വേണമെന്ന് പറയും, ഞാൻ വേണ്ടാന്നും പറയും. ഇപ്പോ 2 ഭാഗത്തു നിന്നും വേണ്ടാന്നാണ് വരുന്നത്. എപ്പോഴാണ് 2 ഭാഗത്തു നിന്നും വരുന്നത് അപ്പം നോക്കാം സർ, അപ്പം ചെയ്തേക്കാം സർ. അതിനിയും സമയമുണ്ട് സർ. ഇപ്പൊ 57 വയസ്സായി, ടൈം ഉണ്ട് സർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം. എനിക്ക് സർ ഒന്നുണ്ടാകണം സർ, അത് നടക്കണം സർ. സർ, ഞാൻ പറഞ്ഞത് ഒരു ഭാര്യ ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ കുട്ടികൾ എത്ര വേണം? സർ, കുട്ടികളെ എത്ര പ്രസവിക്കാൻ പറ്റുമോ അത്രയും പ്രസവിക്കണം സർ. നിറയെ കുട്ടികൾ ഉണ്ടാവണം സർ, ഒരുപാട് കുട്ടികൾ ഉണ്ടാകണം. എന്തെന്നാൽ ഇപ്പോൾ നടന്നാൽ പോലും, അതായത് ഒരു 5-6 വർഷത്തിനുള്ളിൽ, സോ ഐ ക്യാൻ സ്റ്റിൽ പ്ലേ വിത്ത് ദം ഫോർ അനദർ 20-25 ഇയേഴ്സ്. ഇതാണ് സർ പറയുന്നത് ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി, പെർസിസ്റ്റൻസ്. ഇത് മാത്രം നിങ്ങൾ വിടാനേ പാടില്ല സർ. ആൻഡ് എനി ഏജ്, ഫ്രം ദി ഏജ് ഓഫ് ടീനേജ് അറ്റ് മൈ ഏജ്, ഐ ആം സ്റ്റിൽ, യു നോ, ഐ ഡു perhaps a lot of wrong thing, but I compensate that thing with a lot of right. ഞാൻ എത്രത്തോളം തെറ്റ് ചെയ്തോ, ഞാൻ എന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ ഞാൻ അതിനേക്കാൾ 3 മടങ്ങ് നല്ലത് ചെയ്തേ പറ്റൂ. സൽമാൻ, ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ വിവാഹവുമായി വരുന്നുണ്ട്. അതിലൊരാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 170 സ്ക്വയർ ഫീറ്റിലാണ് താമസിക്കുന്നത്. ഒരു വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടിയെ എവിടെ കൊണ്ടുവന്നിരുത്തുമെന്ന് ചോദിക്കുന്നു. 170 സ്ക്വയർ ഫീറ്റാ? അല്ല സർ, അതിനേക്കാളും വലുതാണ് സർ. ഇല്ല സർ, വലുതാണ് സർ. ഇല്ല, അത്ര വലുതൊന്നുമല്ല. തുണി വെക്കാനും ചെരുപ്പ് വെക്കാനും സ്ഥലമില്ല. അത് പ്രശ്നമാണ്. എൻ്റെ വൈഫിന് വീട്ടിൽ സ്ഥലം കൊടുക്കാതെ വേറെ ആർക്കാണ് സർ സ്ഥലം കൊടുക്കുക? പക്ഷേ ഞാൻ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടും റൈറ്റ് ഹാൻഡ് ആയിട്ടും ചെറിയ വയസ്സിലെ ഞാൻ അവിടെ ഉണ്ട് സർ. എനിക്കത് ശീലമായി. എൻ്റെ അമ്മ മേലെ ഇരിക്കുന്നുണ്ട് സർ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വീട്ടിലൊന്നും ഇരിക്കണമെന്ന് ആഗ്രഹമില്ല സർ. എന്തോ അതായത് എനിക്ക് ചെറിയ വീട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ വീട് കണ്ടിട്ടുണ്ട്? അതെ, ഞാൻ താങ്കളുടെ വീട് കണ്ടിട്ടുണ്ട്. ഈ സെറ്റ് എത്ര വലുതാണോ അതിലും വലുതാണ് താങ്കളുടെ വീട്. ഇല്ല സർ, ഇത് വളരെ വലുതാണ് സർ. അങ്ങനെയാണോ? ഇത് വളരെ വലുതാണ്. ഇത് ഐ വിൽ ടെൽ യു. ഇത് നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക് എൻ്റെ ലിവിംഗ് റൂം, പിന്നെ അതെ കറക്റ്റാണ്, ജിം അവിടെ, ഇവിടെ. ഇതൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് വിവാഹം കഴിക്കുന്ന ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. സർ, ഇപ്പോൾ വളരെ പ്രഷർ വന്നിട്ടുണ്ട് സർ. ഇപ്പോൾ ഒക്കെ എൻ്റെ മദറും ഫാദറും ഇങ്ങനെ നോക്കുന്നു തന്നെ. അതുകൊണ്ട് കുറച്ച് പ്രഷർ അധികമായി. പക്ഷേ നോക്ക്, നടക്കുമ്പോഴാണ് നടക്കൂ. ഇപ്പൊ നോക്ക്, നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് എത്ര സന്തോഷത്തിലാണുള്ളത്, ഒരുപാട് സന്തോഷത്തിലല്ലേ ഉള്ളത്. ഇത്രയും സന്തോഷം എനിക്ക് ആവശ്യമില്ലെന്നേ. ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സർ. വുഡ് ലൈക്ക് ടു സീ മീ മാരീഡ്? വിച്ച് മാൻ വുഡ്? ടോർച്ചർ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ അനുഭവിക്കുന്നു, അത് നിങ്ങളും അനുഭവിക്കുന്നു. അത് വളരെ തെറ്റല്ലേ? ഓക്കെ, നിങ്ങൾ കൈയടിച്ച് പറയുക അല്ലെങ്കിൽ കൈ ഉയർത്തി പറയുക, എത്ര പേർക്ക് സൽമാൻ ഖാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്. അതായത് നിങ്ങൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞാനും നിങ്ങളെ പോലെ അനുഭവിക്കണം അല്ലേ? അതായത് നിങ്ങൾ ടോർച്ചർ അനുഭവിക്കുന്നത് എനിക്കും കൂടി അനുഭവിക്കണം എന്നല്ലേ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതാ നോക്ക്, അവരാണ് ശരിയായ ആളുകൾ, വേണ്ട എന്ന് പറയുന്നു. കറക്റ്റ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ അല്ല അല്ലേ? അതായത് വൈഫ്
ഭാര്യയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇരുന്നിട്ടും അവർ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് കെട്ടാൻ പാടില്ല എന്ന് പറയുന്നു. എന്റെ കാര്യം നോക്ക്, എന്റെ മുടിയൊക്കെ പോയെന്ന് പറയുന്നു. വളരെ വേഗം തന്നെ ഒരു മരുമകൾ വരണം സൽമാൻ. വേഗം തന്നെ താങ്കളുടെ കല്യാണം നടക്കണം. ശരി അങ്ങനെ സർ. നടന്നില്ലെങ്കിലും താങ്കൾ സർ, നിങ്ങൾ സങ്കടപ്പെടില്ലെന്ന് അറിയാം. പറയുന്നത് ശരിയാ, പക്ഷെ ആദ്യം ഒരു പെണ്ണിനെ കിട്ടണ്ടേ, അപ്പൊ അല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ.